രാവിലെ തോറും പരനെ നിന്ദയാം, രാത്രിയിൽ നിൻ വിശ്വസ്തത. രാവിലെ തോറും പരനെ നിന്ദയാം, രാത്രിയിൽ നിൻ വിശ്വസ്തത. വർണ്ണിപ്പതുചിതം, സ്തുതിപ്പതുചിതം, സ്തുതി നിനക്കുചിതം. വർണ്ണിപ്പതുചിതം, സ്തുതിപ്പതുചിതം, എൻ ദൈവമേ സ്തുതി നിനക്കുചിതം. ദൈവമേ മഹത്വനാമം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു ഞങ്ങൾ. നിത്യപിതാവേ നിൻ തിരുകൃപകൾ ഓർത്തു വണങ്ങിടുന്നേ. നിത്യപിതാവേ തിരുകൃപകൾ ഓർത്തു വണങ്ങിടുന്നേ. ദൈവസ്വരൂപം വെളിഞ്ഞു വന്നു, ക്രൂശിൽ മരണം വരിച്ചവേ. ദൈവസ്വരൂപം വെളിഞ്ഞു വന്നു, ക്രൂശിൽ മരണം വരിച്ചവേ. നമ്മെ വീണ്ടെടുത്ത പ്രിയ പിതാവിനു രാജ്യവും രാജ പുരോഹിതരുമായി. നമ്മെ വീണ്ടെടുത്ത പ്രിയ പിതാവിനും രാജ്യവും രാജ പുരോഹിതരുമായി. ദൈവമേ നിൻ മഹത്വനാമം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു ഞങ്ങൾ. നിത്യപിതാവേ നിൻ തിരുകൃപകൾ ഓർത്തു വണങ്ങിടുന്നേ. നിത്യപിതാവേ നിൻ തിരുകൃപകൾ ഓർത്തു വണങ്ങിടുന്നേ. നമുക്കൊരു വാസ സ്ഥലമൊരുക്കുവാൻ വാഗ്ദത്തം തന്നു പോയവേ. നമുക്കൊരു വാസ സ്ഥലമൊരുക്കുവാൻ വാഗ്ദത്തം തന്നു പോയവേ. എത്രയും വേഗം തേജസ്സിൽ വരുമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. എത്രയും വേഗം തേജസ്സിൽ വരുമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ദൈവമേ മഹത്വനാമം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു ഞങ്ങൾ. നിത്യപിതാവേ നിൻ തിരുകൃപകൾ ഓർത്തു വണങ്ങിടുന്നേ. 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 താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ലോകം മുഴുവനും ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്ന ഈ ദിവസം, ആമേൻ, നേരത്തെ ഓർപ്പിച്ച പോലെ എല്ലാ മദേഴ്സിനും
ഹാപ്പി മദേഴ്സ് ഡേ ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഹല്ലേലൂയ. നമ്മുടെ മാതാക്കളെയൊക്കെ ആമേൻ സ്തോത്രം ഇന്ന് ആദരിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവവചനത്തിലേക്ക് ചില ചിന്തകൾ ആമേൻ അനേക കാര്യങ്ങൾ പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ സമയത്തിൻ്റെ ദൗർലഭ്യം വേഗം ചില ചിന്തകൾ മാത്രം പറഞ്ഞ് വേഗം ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. താങ്ക് യു ജീസസ്. സദൃശ്യവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 31-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആദ്യം 10-ാം വാക്യം വായിച്ചതിന് ശേഷം 18-ന്റെ 21, 22 ഒന്ന് വായിച്ച് സഹായിച്ചട്ടെ. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ആമേൻ. സഹോദരിമാരെ, നിങ്ങളുടെ വില എന്താണെന്ന് അറിയാവോ? അത് മുത്തുകളിലും വിലയേറിയതാ. പ്രഷ്യസാ നിങ്ങൾ. ആമേൻ. ഇത് എന്റെ വേടല്ല, കർത്താവിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രഷ്യസാ. ആമേൻ. നിങ്ങൾ സാമർത്ഥ്യമുള്ളവരാ. ആമേൻ. നിങ്ങളുടെ വില മുത്തുകളിലും വിലയേറിയത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളെ ആരും പുട്ട് ഡൗൺ ചെയ്യാൻ ഒക്കത്തില്ല. കർത്താവ് നിങ്ങളെ മാനിച്ചിരിക്കുക. സ്തോത്രം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയണം, ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങൾ താൻ സ്വയം പറയണം. അത് മനുഷ്യർ പറയുന്നു. എൻ്റെ ദൈവം എന്നെ വിലയേറിയതായി മാന്യയായി ദൈവം എന്നെ എണ്ണിയിരിക്കുക. ആമേൻ. ഞാൻ സാധാരണക്കാരിയല്ല. ആമേൻ. ദൈവം വിശേഷമായി നിങ്ങളെ വേർതിരിച്ചിരിക്കുക. ഹല്ലേലൂയ. അതിനാണ് ദൈവം നിങ്ങളെ കുടുംബത്തിൽ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ കുടുംബത്തിനും ദൈവസഭയ്ക്കും നിങ്ങളൊരു അനുഗ്രഹമാക്കി ദൈവം നിങ്ങളെ തീർത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കുടുംബം, ദൈവസഭ അതിദേശത്തിനൊരു അനുഗ്രഹമായി തീരും. ആമേൻ. നാം എവിടെ ചെന്നാലും നാം ഒരു അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ആമേൻ മറ്റുള്ളവർക്ക് നാം അനുഗ്രഹമായി തീരുവാനിടയായി തീരും. സ്തോത്രം. നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ആമേൻ പ്രഷ്യസാ. നിങ്ങൾ വിശേഷപ്പെട്ടവരാ. നിങ്ങൾ വ്യത്യസ്തരാ. ആമേൻ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ നിങ്ങളുടെ നെയ്ബേഴ്സോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അതൊന്നും നിങ്ങൾ ഏറ്റെടുക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വേടുകൾ നിങ്ങൾ അത് മുറുകെ പിടിക്കണം, അത് ഉയർത്തിപ്പിടിക്കണം. പിശാച് വന്ന് നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോൾ പറയണം, ഓ പോ പിശാചേ, എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രഷ്യസാ. ആമേൻ. എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിലയേറിയവളാ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം പ്രഷ്യസാ. അവൻ മുത്തുകളേക്കാൾ വിലയുള്ളതാ എന്റെ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. ആമേൻ. നിങ്ങളെ ആരും പുട്ട് ഡൗൺ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സദൃശവാക്യം 18-ാം അധ്യായത്തിന്റെ 21, 22 വാക്യം. മരണവും ജീവനും നാവിന്റെ അധികാരം. സഹോദരിമാരെ, ഞാൻ ഇത് എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വചനമാ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ, നിങ്ങളുടെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതുകൊണ്ട് നെഗറ്റീവായിട്ട് പറയരുത്. ആമേൻ. സമ്മർദ്ദങ്ങൾ കടന്നു വരും. ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ കടന്നു വരും. ജീവിതയാത്രയിൽ ആമേൻ സ്തോത്രം ശത്രു എപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുവാൻ ആമേൻ വരും. അത് അവന്റെ ജോലിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുവാനായി ശത്രു കടന്നു വരുമ്പോൾ ആമേൻ നമ്മൾ കേൾക്കുന്നതിനെല്ലാം നാം പ്രതികരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം എന്താണെന്നറിയാം? മരണത്തിന്റെയും ജീവന്റെ അധികാരം ദൈവം നിങ്ങളുടെ നാവിന്മേൽ തന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ നെഗറ്റീവ് കേൾക്കുമ്പോൾ നാം പോസിറ്റീവ് പറയണം. നെഗറ്റീവ് കേൾക്കുമ്പോൾ നെഗറ്റീവ് നാം പ്രതികരിക്കരുത്. അത് നിങ്ങളുടെ ജോലിയിലായാലും, അത് ഡോക്ടർ റിപ്പോർട്ടായാലും, ആമേൻ ഹല്ലേലൂയ, അത് മെഡിക്കൽ റിപ്പോർട്ടായാലും, എന്ത് കേട്ടായാലും നെഗറ്റീവ് പറയുമ്പോൾ നാം പറയണം, ആമേൻ എന്നെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. മരണത്തിന്റെ ജീവന്റെ അധികാരം ദൈവം എനിക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. അതെന്റെ നാവിന്മേൽ ദൈവം തന്നിരിക്കുക. ദൈവം എനിക്ക് തന്നിരിക്കുന്ന അധികാരം അത് ശത്രുവിന് വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഹല്ലേലൂയ ശത്രു പറയുന്നത് കേട്ടത് റിപ്പീറ്റ് ചെയ്താൽ അവൻ നമ്മെ ഓവർകം ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് ശത്രുവിന് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം നാം ശത്രുവിന് വിട്ടുകൊടുക്കരുത്. നാം അവനെ ഓവർകം ചെയ്യുന്നവരായിരിക്കണം.
മരണത്തിന്റെയും ജീവന്റെയും അധികാരം ദൈവം നമ്മുടെ മേൽ നാവിൽ തന്നിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ശത്രുവിനോട് എതിർക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. ആമേൻ. ആ വചനത്തിലേക്ക് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പതായിട്ട് ഒരു വാക്യം ദൈവാത്മാവിന്റെ നാവിൽ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. ആമേൻ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നമ്മെ കർത്തൃത്വം നടത്തുന്ന നമ്മുടെ കർത്താവായിരിക്കണം. എല്ലാ ദിവസവും നാം നമുക്ക് കർത്താവിനോട് പറയണം, കർത്താവെ എന്റെ ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ അങ്ങയുടെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതയാത്രയിൽ ഇന്ന് വരുന്ന എല്ലാ വിഷയത്തിലും അങ്ങായിരിക്കണം എന്നെ കർത്തൃത്വം നടത്തേണ്ടത്. നാം സ്വയം ചെയ്താൽ നാം കുഴിയിൽ വീണു പോകും. ദൈവകരങ്ങൾ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ കർത്തൃത്വം നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ആമേൻ. ഹല്ലേലൂയ. അവളുടെ രക്തപാനീയ ബലികളെ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. ആമേൻ. അന്യദേവനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ എന്തുവാ? ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾ പ്രഷ്യസാ. ശത്രു നിങ്ങൾക്കെതിരെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ വ്യാജം പറയുമ്പോൾ, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്താൽ അത് അന്യദേവനെ നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ അത് ഏറ്റെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രഷർ കടന്നു വരും. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അനേക ജോലികളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കമ്പനിയിലെ ജോലി, അല്ലെങ്കിൽ ഓഫീസിലെ ജോലി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജോലി, അനേക ജോലികൾ നാം ചെയ്യുമ്പോൾ അവിടെയൊക്കെ പ്രഷർ കടന്നു വരും. ഇതിനെല്ലാം നാം ഓവർകം ചെയ്യുന്നത് എന്തുകൊണ്ട്? എങ്ങനെയായിരിക്കണം? കർത്താവിനോട് കൂടി നാം ഓവർകം ചെയ്യണം. കർത്താവിനോട് പറയണം, കർത്താവ് ഈ വിഷയത്തിൽ അങ്ങനെ കർത്തൃത്വം ചെയ്യണം. ഈ വിഷയത്തിൽ ഞാൻ അങ്ങയുടെ കരങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു. മരണത്തിന്റെയും ജീവന്റെ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന ഈ നെഗറ്റീവിനെ നാം ക്യാൻസൽ ചെയ്യണം. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നാം അത് ഏറ്റെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വർദ്ധിക്കും. കർത്താവിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവിടെ രക്തപാനീയ ബലികളെ എന്റെ നാമത്തിൽ എടുക്കുകയില്ല. അവിടെ നാമങ്ങളെ എടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. നമ്മുടെ സ്തോത്രം പ്രതിഷ്ഠയുള്ളവരായിരിക്കണം. നാം പറയണം, അന്യദേവനെ ഞാൻ എടുക്കത്തില്ല. പിശാച് എന്തെല്ലാം കൊണ്ടിട്ടാലും സ്തോത്രം ഞാൻ അതിനെ ഓവർകം ചെയ്യും. യേശു ക്രിസ്തുവിൽ കൂടി അതിനെ ഓവർകം ചെയ്യും. ദൈവം എനിക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ ഞാൻ അതിനെ ഓവർകം ചെയ്യും. അന്യദേവനെ കൈക്കൊള്ളുവാൻ പാടില്ല. സ്തോത്രം. അവിടെ ഇവിടെ എല്ലാം കേൾക്കുന്ന നമുക്ക് ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. നമുക്ക് അധികാരം ദൈവം, ലോ നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ കടന്നു വന്നിരിക്കും. ശത്രു തന്ത്രശാലിയാ. നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ ശത്രു നോക്കുമ്പോൾ സ്തോത്രം മാനുഷ്യ നിലയിൽ ഒരു വ്യക്തിയെ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൊണ്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ സഹായിപ്പാൻ യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളോട് ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വചനം ഏറ്റെടുക്കണം. വചനത്തിൽ നിങ്ങൾ ശക്തി പ്രാപിക്കണം. വചനത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. സ്തോത്രം. അന്യദേവനെ നിങ്ങൾ കൈക്കൊള്ളരുത്. സ്തോത്രം. മരണത്തിന്റെയും ജീവന്റെ അധികാരം ദൈവം നമ്മുടെ നാവിന്മേൽ തന്നിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. അതിലിഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. സ്തോത്രം. നാം ഒരു തെങ്ങ് നട്ടാൽ അതിന് മാങ്ങാപ്പഴം പറിക്കാനൊക്കത്തില്ല. സ്തോത്രം. നമ്മളൊരു പേര നട്ടാൽ അതിന് ആപ്പിള് പറിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്തോത്രം. പേരക്ക തരും, ആപ്പിള് തരും. സ്തോത്രം. നാരങ്ങ നട്ടാൽ നാരങ്ങ തരും, നാരങ്ങ ലഭിക്കും. സ്തോത്രം. ദൈവം നമ്മുടെ നാവിൽ അധികാരം തന്നിട്ടുണ്ട്. ഒരു ഫ്രൂട്ട് തന്നിട്ടുണ്ട്. 2 കാര്യം. സ്തോത്രം. ഇന്ന് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ വായ്പാൻ അത് സ്തോത്രം ജീവനും ഭക്തിയും എന്നുള്ള വിഷയം ആധാരമായി സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ സ്തോത്രം പിന്നെ എന്റെ മനസ്സിലൊരു ഓർമ്മ വന്ന്, ഇന്ന് പതേഷ്ഠയാണല്ലോ, അതിനോടനുബന്ധിച്ച് സംസാരിപ്പാൻ ആഗ്രഹിച്ചു. സ്തോത്രം. അതുകൊണ്ട് ദൈവം 2 അധികാരം നമ്മുടെ നാവിൽ തന്നിട്ടുണ്ട്. സ്തോത്രം. ജീവനും ഭക്തിയും എന്ന് പറഞ്ഞ പോലെ തന്നെ ഹല്ലേലൂയ മരണത്തിന്റെയും ജീവന്റെ അധികാരം ദൈവം നമ്മുടെ നാവിന്മേൽ തന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ
നിൽക്കുവാൻ ശക്തിയുള്ള ഒരു പ്രതികൂല ശക്തിയുമില്ല. നിങ്ങൾ നാവെടുത്ത് പറഞ്ഞാൽ ആ ദുഷ്ടശക്തികൾ ഓടി മാറും. നിങ്ങൾ നാവെടുത്ത് സംസാരിച്ചാൽ ആമേൻ തുറക്കാത്ത ഒരു വഴിയുമില്ല. മരണത്തിന്റെയും ജീവന്റെ അധികാരം നിങ്ങളുടെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്നത്. അടഞ്ഞ വഴികൾ തുറക്കുവാൻ നിങ്ങൾ ഒരു പ്രവാചകനെ വിളിക്കേണ്ട കാര്യമില്ല, ഒരു പാസ്റ്ററെ വിളിക്കേണ്ട കാര്യമില്ല. സഹോദരന്മാരെ, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ നാവിന്മേലെ ദൈവം അധികാരം തന്നിരിക്കുന്നത്. സ്തോത്രം. അടഞ്ഞതിനെ തുറക്കുവാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചതിനെ ജീവിക്കാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരണത്തിന്റെ ജീവന്റെ അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ ഏത് വിഷയമായാലും ആ വിഷയത്തിൽ പരിഹാരം വരുത്തുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പാനിക്കാകരുത്. ഹല്ലേലൂയ. പ്രതികൂലത്തിന് നടയിൽ ആമേൻ പിശാചിന് ഹല്ലേലൂയ ഇടം കൊടുക്കരുത്. സ്തോത്രം. വചനത്തിൽ ഉറച്ച്, വചനത്തിൽ ധൈര്യമുള്ളവരായി, വചനത്തിൽ ധീരോടെ നിന്നാൽ ആമേൻ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കർത്തൃത്വം നടത്തിയാൽ നിങ്ങളുടെ ജീവിതം ഒരു വിജയകരമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ആമേൻ. ഈ ദിവസം വരും ദിവസങ്ങളിൽ നിങ്ങൾ ശക്തരായി പിശാചിന്റെ തന്ത്രങ്ങളെ കണ്ടറിയുന്നവരായിരിക്കണം. ആമേൻ. കർത്താവ് നമുക്ക് അധികാരം തന്ന പാമ്പുകളെയും തേളുകളെയും ശത്രു സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം തന്നെ മക്കൾക്കും തന്നെ സഭയ്ക്കും തന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളത് ഉപയോഗിച്ചാൽ ആമേൻ നാവിന്മേലാണ് അധികാരം. നാവെടുത്ത് പറഞ്ഞാൽ അത് സംഭവിക്കും. നാവെടുത്ത് സംസാരിച്ചാൽ ആമേൻ ദുഷ്ടശക്തികൾ ഓടി പറയും. ആമേൻ. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തെയും അധികാരത്തോടെ നിർത്തുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. സ്വർഗത്തെ ആമേൻ തുറക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. സ്വർഗത്തിന്റെ താക്കോൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, സ്വർഗത്തെ ആമേൻ സകലത്തെ തുറക്കുവാനുള്ള താക്കോൽ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ആമേൻ. അന്ന് പത്രോസിന് കൊടുത്തെങ്കിൽ ഇന്നത്തെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അന്നത്തെ പത്രോസ് പോയി, ഇന്നത്തെ ഹല്ലേലൂയ പത്രോസുമായി നാം ഓരോരുത്തരുവാ. ആ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. 18 ഹല്ലേലൂയ അതിന്റെ 22 വാക്യം വായിച്ചാട്ടെ. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചു മരിക്കുന്നു. ആമേൻ. നിങ്ങളൊരു നന്മയാണെന്ന്. ഹല്ലേലൂയ. സഹോദരന്മാരെ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു നന്മയാ. ആ നന്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയാ. നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ നിങ്ങളൊരു നന്മയാ. നിങ്ങളുടെ സഭയിൽ നിങ്ങളൊരു നന്മയാ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളൊരു നന്മയാ. നിങ്ങളുടെ സമൂഹത്തിലുള്ള നന്മയാ. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇടയൊരു നന്മയാ. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങളൊരു നന്മയാക്കി ദൈവം നിങ്ങളെ തീർക്കും. മറ്റുള്ളവർ തിന്മയായി